ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരു ബഹളത്തിനിടയില് മാഡത്തിന് ഒരാൾ കുത്തി. അയ്യോ, ശാലിനിയുടെ ഐസിയുല. എന്റെ ഈശ്വര, മുറിവ് കാര്യമായിട്ടുണ്ടോ മോളെ? ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇതൊരു ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്ന നിലയിലായി പോയത് കൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നാവാട്ടത്തിനുള്ള പണിയൊക്കെ ഇപ്പോഴും എന്റെ ഉണ്ടാ. ഇതേ ഓൾഡ് സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്കാ. അതുകൊണ്ട് അധികം കിടന്ന് നീ നികളിക്കണ്ട. ചന്ദ്രബോസ്, വീട്ടിൽ വിട്ട് നിൽക്കുക. ഞാൻ എന്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാലിയെ കുത്തിയവന്റെ ചിത്രം മാത്രമാ. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. അതിനു മുമ്പ് അവന്റെ പിന്നിലുള്ള പ്രമാണിമാർക്ക് മുമ്പിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞ പിന്നെ നീയില്ല. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ തീർക്കൂടാ. അതിനുള്ള ടൂള് നിന്റെ മടുത്തെറുപ്പിലുണ്ടോടാ? ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടി വെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷെ അപ്പോ നിനക്ക് ആയുധമെടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്നു കിട്ടാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എനിക്കെതിരെ നീ തിരിയുന്നതിന് മുമ്പ് നിന്റെ മുട്ട് ഞാനും എടുക്കും. സോറി സർ. എടോ, ഇവന്റെ ഭാര്യ ഏതോ കാട്ടുകള്ളന്മാര് പോളിയെന്ന് വെച്ച് ഇവൻ എന്റെ നെഞ്ചത്തോട്ട് കയറുന്നതിനാ. ഇങ്ങനത്തെ ഒരു സാഹചര്യമായി പോയി. ഇല്ലെങ്കിൽ പോലീസുകാരുടെ യൂണിഫോമിൽ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടിയാനെ. സർ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സാർ ക്ഷമിക്കണം. എടോ, അതുകൊണ്ടാണ് ഞാൻ അവന്റെ പേര് ആക്ഷൻ ഒന്നും എടുക്കാത്തത്. പക്ഷേ ഇത് കഴിയുമ്പോ എല്ലാം കൂടെ ചേർത്ത് ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. സർ, പക്ഷേ ഇവിടുത്തെ ലോക്കൽ പോലീസ് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തന്നിട്ടില്ല. കളക്ടർക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി അവര് വന്നത് അല്പം മുൻപാ. അക്കാര്യം ഞാൻ അന്വേഷിക്കാം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും. ആശാനൊന്നും ചെയ്യാൻ പോവണ്ട. നമ്മളും കൂടെ അകത്തായ ഏട്ടത്തേമ്മയുടെ കാര്യം കഷ്ടത്തിലാവും. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ആശാൻ തൽക്കാലൊന്ന് ക്ഷമിക്കേ. വിഷ്ണു, ശാലിനിക്ക് എന്ത് പറ്റി?
ശാലിക്ക് എന്തെങ്കിലും കാര്യമായി കുഴപ്പമുണ്ടോ? പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. പിന്നെ ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട്. ഈശ്വര, ഡോക്ടർ, ശാലിക്ക് ആൾ അൺകോൺഷ്യസാ. ധാരാളം ബ്ലഡും പോയിട്ടുണ്ട്. ഈശ്വര. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എന്താ സത്യമോളെ, അമ്മ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. രാവിലെ കൊണ്ടുവന്നാക്കിയപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. പിന്നെന്താ വൈകുന്നേ? അങ്ങനെ വൈകാറുള്ള ഒരാളല്ലല്ലോ. സത്യം, ഫോൺ വിളിച്ചു നോക്കിയായിരുന്നോ? ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്ന് തോന്നുന്നു. റിങ് പോലും പോകുന്നില്ല. ചിലപ്പോ ഇങ്ങോട്ട് വരികയായിരിക്കും. അവിടെ മറ്റൊരാളെ സമയം നോക്കി ഇരിക്കായിരിക്കും. സത്യമേ, ചെല്ലേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളി പരിപാടി തുടങ്ങും. പിന്നെ അവിടെ ചെന്നിട്ട് വൈകിയതിന്റെ കാരണം കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. എന്നാ പിന്നെ പപ്പിയും കൂടി എവിടെയെങ്കിലും പൊക്കോ. ഞാൻ അമ്മ വരുന്നത് വരെ ഇവിടെ നിന്നോളാം. അയ്യോ, അത് വേണ്ട മോളെ. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയതെങ്ങനെ രാഘവൻ സാർ അറിഞ്ഞാൽ പിന്നെ അത് മതി. എനിക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെവിയാക്കാൻ പറ്റില്ല. ആ, നമുക്ക് നോക്കാം. എന്തെങ്കിലും തക്കതായ കാര്യം കാണും. അല്ലെങ്കിൽ ശാലിനി കുഞ്ഞിനെ വരാതിരിക്കില്ല. ആ, അമ്മ വരുന്നല്ലോ. ഹാവു, ഭാഗ്യം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. അനുവാന്റിയാണല്ലോ. മോളെ വാ, നമുക്ക് പോവാം. എന്ത് പറ്റി അനുവാന്റി അമ്മയ്ക്ക്? അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം. അയ്യോ. മോള് വണ്ടി കയറ്, നമുക്ക് ഹോസ്പിറ്റലിലേക്കാ പോണ്ടേ. എന്താ കുഞ്ഞ് ശാലിനി കുഞ്ഞിന് പറ്റിയത്? വരാൻ വൈകിയപ്പോഴേ ഞാൻ കരുതി എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമെന്ന്. തലകറക്കമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണോ? മോള് ചെന്ന് വണ്ടി കയറ്. പോട്ടെ പപ്പി. മോളും കൂടി ഒപ്പം ചെല്ലി. സത്യമായിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മാഡത്തിനെതിരെ ഇന്നൊരു അറ്റാക്ക് ഉണ്ടായി. അറ്റാക്കോ? ആ, ഒരു ബഹളത്തിനിടയില് മാഡത്തിനെ ഒരാൾ കുത്തി. അയ്യോ, ശാലിനിയുടെ ICUല. എന്റെ ഈശ്വര, മുറിവ് കാര്യമായിട്ടുണ്ടോ മോളെ? ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. ഈശ്വര,